ഇനി ഒരു വേസ്റ്റും വലിച്ചെറിയേണ്ടതില്ല. നമുക്ക് വരുന്ന ചിക്കൻ വേസ്റ്റ് ആയാലും ഫിഷ് വേസ്റ്റ് ആയാലും അതുപോലെ തന്നെ കുറച്ച് ഹോട്ടലുകളിലേക്ക് വേസ്റ്റ് ആയാലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ദുർഗന്ധവും ഇല്ലാതെ നമുക്ക് എങ്ങനെ അതിനെ ഒരു വരുമാനമാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വന്ന ചിക്കന്റെ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നമ്മളുടെ വേസ്റ്റിനകത്ത് നിന്നൊക്കെ ഒരു വിധത്തിലുള്ള ദുർഗന്ധവും പുറത്തു വരാതെ അത് ഏറ്റവും പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് നല്ല വളമായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൾച്ചറാണ് ഇത്. നമ്മൾ ചകിരിച്ചോറിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ താഴെ ഒരു ലെയറായിട്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കും. എല്ലാ ബിന്നിൻ്റെയും താഴെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഇതിനകത്ത് നിന്ന് വരുന്ന അഴുകുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഈ കൾച്ചർ ചേർന്ന ചകിരിച്ചോറ് വലിച്ചെടുക്കുകയും അത് നല്ല വളമായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് ചിക്കൻ സ്റ്റാളിൽ നിന്ന് വന്ന വേസ്റ്റാണ്. ആ വേസ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിന്നകത്തേക്ക് നമ്മൾ ഇടുക. ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ലെയറിനെ നമ്മൾ അതിൻ്റെ പുറമെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇത് ചിക്കൻ കട്ട് ചെയ്ത സെന്ററിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ വേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അവിടെ കോഴികൾ ചത്തുപോവുകയാണെങ്കിൽ അവർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും നമുക്ക് അത്യാവശ്യം സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ പ്രോസസ്സ് നമ്മുടെ കൾച്ചർ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഈ സ്മെല്ല് കംപ്ലീറ്റ് മാറി നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാകും. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് കൾച്ചർ ഇട്ട് നല്ല നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ദുർഗന്ധവും ഇല്ലാതെ ഇതിനെ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ചിക്കൻ വളർത്തുന്നവരായാലും ചിക്കൻ കട്ട് ചെയ്ത് കൊടുക്കുന്നവരായാലും അവർക്കൊക്കെ ഇതുപോലത്തെ ഒരു സൗകര്യമുണ്ട്. നമ്മുടെ കൾച്ചറും അവരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ വളരെ ഈസി ആയിട്ട് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സ്ഥലത്തോ ഒക്കെ ഈ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ബൾക്കായിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് ക്രഷ് ചെയ്തിട്ട് അതിനൊപ്പം തന്നെ ശരിക്കും നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റ് ഒപ്പം ഇതിനൊപ്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ പ്രോസസ്സ് കുറേ കൂടെ ഫാസ്റ്റ് ആകും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലും ഒക്കെ കൺട്രോളായി നല്ല വളമായിട്ട് അത് മാറും. എപ്പോഴും നമ്മൾ വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ ഇതുപോലെ വേസ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ ശരിക്കും മിക്സഡ് വേസ്റ്റ് വെച്ച് കൂടി വേണം ചെയ്യാനായിട്ട്. അതാണ് നമുക്ക് ആ വളത്തിന് കുറേ കൂടെ പ്രയോജനം ചെയ്യുന്നത്. ഇതുപോലെ വളരെ നിസാരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വലിയ ഒരു തലവേദന പിടിക്കുന്ന ഒരു കേസല്ല. വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അതിന് നമ്മുടെ ഈ ഈസി കമ്പോസ്റ്റർ എന്ന് പറയുന്ന ഒരു കൾച്ചർ മാത്രം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തെ ദുർഗന്ധം കൂടെ ഒഴിവാക്കി അതിനെ ഒരു നല്ല വളം കൂടെ ആക്കി എടുക്കാൻ പറ്റും. അതിന് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് ബൾക്കായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന മിഷനറികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ആ വേസ്റ്റിനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഇതിൻ്റെ ട്രെയിനിങ്ങുകളും നമ്മൾ ഇതിനോട് അനുബന്ധിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.